ജോലി വാഗ്ദാനം നൽകി ലക്ഷങ്ങൾ കൈപ്പറ്റിയ കൊല്ലത്തെ മുസ്ലിം ലീഗ് നേതാവ് മുൻപും തട്ടിപ്പ് നടത്തിയതിൻ്റെ വിവരങ്ങൾ പുറത്ത്. ഹജ്ജിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് പണം വാങ്ങി പറ്റിച്ചത് നിരവധി പേര്. മുസ്ലിം ലീഗിൻ്റെ സമുന്നതനായ നേതാക്കളടക്കം പ്രചാരണത്തിൻ്റെ ഭാഗമായിരുന്നു. ഇരയായവർ ലീഗിൻ്റെ സംസ്ഥാന നേതൃത്വത്തെ കണ്ട് പരാതി പറഞ്ഞെങ്കിലും നടപടി ഉണ്ടായില്ല. എം മനോജ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. KMLL ജോലി വാഗ്ദാനം നൽകി 25 ലക്ഷം തട്ടിച്ച മുസ്ലിം ലീഗ് ദേശീയ കൗൺസിൽ അംഗമായിരുന്ന അബ്ദുൾ വഹാബ് മുൻപും തട്ടിപ്പ് കേസുകളിലെ പ്രതിയായിരുന്നു. അൽ സലാമത്ത് ഹജ്ജ് ഉംറ സർവീസ് എന്ന പേരിൽ ഹജ്ജ് വിസ തരപ്പെടുത്താമെന്ന് പറഞ്ഞ് വർഷങ്ങൾക്ക് മുൻപ് നിരവധി പേരിൽ നിന്നും പണം വാങ്ങി. മുസ്ലിം ലീഗ് നേതാവ് അബ്ദുൾ സമദ് സബദാനിയെ അടക്കം എത്തിച്ചായിരുന്നു ക്യാമ്പ് നടത്തിയത്. എന്നാൽ ലക്ഷങ്ങൾ നൽകിയവർ ഇന്ന് പണം തിരികെ കിട്ടാൻ നിയമ പോരാട്ടം നടത്തുകയാണ്. വഞ്ചിതരായ നിരവധി പേര് നമ്മുടെ എടപ്പള്ളിക്കോട്ട, ശാസ്താംകോട്ട, തിരുവനന്തപുരം ഭാഗത്ത് ഉണ്ട്. തിരുവനന്തപുരത്തു നിന്നും നിരവധി സ്ത്രീകളുടെ കയ്യിൽ നിന്നാണ് അയാൾ പൈസ കൈപ്പറ്റിയിരിക്കുന്നത്. അവരെല്ലാം ശാസ്താംകോട്ട പോലീസ് സ്റ്റേഷനിൽ വന്ന് കരയുകയും നിലവിളിക്കുകയൊക്കെ ചെയ്തെങ്കിലും പൈസയൊന്നും കിട്ടിയിട്ടില്ല. പണം നൽകിയവരെ പലതും പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നു. എന്നാൽ ഹജ്ജ് കർമ്മച്ചടങ്ങുകൾ അവസാനിച്ചിട്ടും യാത്രയുണ്ടായില്ല. വഞ്ചിക്കപ്പെട്ടവർ പാണക്കാടെത്തി മുസ്ലിം ലീഗ് നേതൃത്വത്തെ കണ്ട് പ്രശ്നങ്ങൾ ബോധിപ്പിച്ചിട്ടും നടപടിയുണ്ടായില്ല. സംസ്ഥാന നേതാക്കന്മാരെയൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ട്. ലീഗ് നേതാക്കന്മാർ, അന്നത്തെ സംസ്ഥാന പ്രസിഡന്റ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, അതുപോലെ ET മുഹമ്മദ് ബഷീർ, ഇവരെയൊക്കെ അടുത്ത് നമ്മൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അയാളെ ലീഗിൽ നിന്നെങ്കിലും മാറ്റി നിർത്തണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടുണ്ടോ? അവരിൽ നിന്നും അവർ കാശ് തിരിച്ചു കൊടുക്കണം എന്നൊക്കെ അയാളുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നല്ലാതെ വേറെ മറ്റ് നടപടിയൊന്നും അവരിൽ നിന്നും ഉണ്ടായിട്ടില്ല. പണം തിരികെ ചോദിച്ചവരെ അബ്ദുൾ വഹാബ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. ഇയാൾക്കെതിരെ ശാസ്താംകോട്ട, ശൂരനാട്, ചവറ പോലീസ് സ്റ്റേഷനുകളിലാണ് കേസുകൾ നിലവിലുള്ളത്. ജനം, കൊല്ലം.